എറണാകുളം ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് വീണ്ടും മരണം. ആലുവ സ്വദേശി മുരളീധരനാണ് മരിച്ചത്. ലാൽകൃഷ്ണന്റെ വിവരങ്ങളുമായി കൊച്ചിരുന്ന ലാൽ, ഈ വെസ്റ്റ് നൈൽ പനി ഏറെ ജാഗ്രത പുലർത്തേണ്ട ഒന്നാണ്. എങ്ങനെയാണ് മുൻകരുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ? ക്യൂലെക്സ് കൊതുകുകളാണ് സാധാരണഗതിയിൽ ഈ പനി പടർത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളമടക്കമുള്ളവ ഇതിന് കൂടുതൽ കാരണമാകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. കർശലായ പനി, അതോടൊപ്പം തന്നെ തലവേദന, ക്ഷീണം, ഛർദി, പേശിവേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ചിലർക്ക് ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ പോലും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കടുത്ത പനി അനുഭവപ്പെടുന്നതിനെ തുടർന്നാണ് പലരും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഈ മുരളീധരൻ അടക്കമുള്ള ആളുകളും അത്തരത്തിൽ ആശുപത്രിയിൽ എത്തിയ ആളുകളാണ്. പനി കൂടിയതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലവേദനയും കടുത്തോടുകൂടി ആദ്യം വൈറൽ ഫീവർ ആണ് എന്നാണ് ധരിച്ചത്. എന്നാൽ അതല്ല എന്ന് കണ്ടെത്തിയത് പരിശോധനയ്ക്ക് ശേഷമായിരുന്നു. തുടർന്ന് ചികിത്സയ്ക്കിടയിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ വാക്സിനേഷൻ കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള ചികിത്സ കൊണ്ടോ ഇതിന് ഫലപ്രദമായി മറികടക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മരണതോത് സാധാരണഗതിയിൽ ഉണ്ടാകാറില്ലാത്ത ഒരു കേസ് കൂടിയാണ് ഈ വെസ്റ്റ് നൈൽ പനി എന്ന് പറയുന്നത്. അത് 0.2% എന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. വളരെ അസാധാരണമായിട്ടാണ് ഇത്തരം സംഭവങ്ങളിൽ മരണം സംഭവിക്കാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചക്കിടെയാണ് എറണാകുളം ജില്ലയിൽ 2 പേർക്ക് ഈ മരണം സംഭവിച്ചത്. ഒരാൾ പറവൂർ സ്വദേശിയും ഇപ്പോൾ മരിച്ച ആലുവ സ്വദേശിയും അടക്കം 2 പേരാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഇതോടൊപ്പം ഡെങ്കിപ്പനി അടക്കമുള്ള അസുഖങ്ങളും പടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈറൽ ഫീവർ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, മഞ്ഞപ്പിത്തം അടക്കമുള്ള പ്രശ്നങ്ങൾ പടരുന്നതുകൊണ്ട് പകർച്ചവ്യാധിയെ കരുതിയിരിക്കണം എന്ന നിർദ്ദേശം കൂടിയാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ലാൽകൃഷ്ണ, തുടക്കത്തിൽ ലക്ഷണങ്ങൾ കാണിക്കാത്തതാണ് ഈ വെസ്റ്റ് നൈൽ പനി. അതുകൊണ്ട് തന്നെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൃത്യമായ വൈദ്യസഹായം തേടുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.